ഇതുപോലെ ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ കേരള ചരിത്രത്തിൽ? നിങ്ങൾ ഓർത്തു നോക്കൂ. പലരും ഇവിടെ പറഞ്ഞു സുവർണക്ഷേത്രം. ആ സുവർണക്ഷേത്രത്തിൽ 750 കിലോഗ്രാം സ്വർണം എന്ന് പറയും. ഒരു നുള്ളു അവിടുന്ന് പോയിട്ടില്ല. അതിന് ഒരിടത്തും കൊണ്ടുപോയി എന്താ പറയാ മിനിക്കേട്ടി വന്നിട്ടില്ല. ഇത് ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ഇവിടെ വന്നപ്പോൾ ശബരിമലയിൽ പെട്ടെന്ന് വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ, മഴ പോലും ഇല്ലാത്ത സ്ഥലത്ത് സ്വർണമെടുത്ത് മിനുക്കുപടി എന്താ പറയാ വെളുപ്പിക്കാനായിരിക്കും കൊണ്ടുപോയത്, വെളുപ്പിക്കാൻ കൊണ്ടുപോയതാ. എന്നിട്ട് വഴിനീളെ പൂജ വെക്കും. ഇതാണോ ഈ ഗവൺമെന്റിന്റെ നയം? ആരോ ഇന്ന് പറയുന്നത് കേട്ടു, ട്രംപ് നോബൽ പീസ് പ്രൈസിന് വേണ്ടി ശ്രമിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ കെമിസ്ട്രിയുടെ നോബൽ പ്രൈസിന് വേണ്ടി ശ്രമിക്കുക. എന്താ, സ്വർണം എങ്ങനെ ചെമ്പാക്കാമെന്നും ചെമ്പെങ്ങനെ സ്വർണമാക്കാമെന്നും. ഇപ്പോഴാ മനസ്സിലായത് ഈ കഴിഞ്ഞ ദിവസം ഷാഫിക്കെതിരെ വിളിച്ച മുദ്രാവാക്യത്തിന്റെ അർത്ഥം. ചെമ്പടാ ഇത് ചെമ്പടാ, പ്രശാന്തിന്റെ ചെമ്പടാ. അതുകൊണ്ട് ഈ സർക്കാര് നീതി പാലിക്കുക, ന്യായം കാണിക്കുക. ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. എന്റെ മണ്ഡലത്തിൽ തൊട്ടപ്പുറത്ത് ഏറ്റുമാനൂരപ്പന്റെ 7.5 പൊന്നാന കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതാണ്. ഈ പ്രാവശ്യം അവിടെ കാണുമ്പോ പൊന്നാനയാണോ ചെമ്പാനയാണോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ ക്ഷേത്ര സ്വത്തുക്കൾ ഭക്തന്മാർ തന്നെ ഏറ്റെടുക്കണം, ഭക്തന്മാർ തന്നെ സൂക്ഷിക്കാനുള്ള വഴി ഉണ്ടാക്കണമെന്ന് കൂടി നിങ്ങൾ കൂടി അതിന്റെ ഒരു ഓഡിറ്റ് നടത്തുവാൻ സർക്കാരിനോട് ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ സമരം അതിന്റെ തുടക്കമായിട്ടേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ എല്ലാം ഇന്നലെയുമൊക്കെ സഭയിൽ സമരം ചെയ്യുമ്പോൾ ഞങ്ങളെ കളിയാക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് വ്യക്തമായിട്ട് പറഞ്ഞു. ഇത്രയും കൃത്യമായി ഉത്തരം പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ ചൂളിപ്പോയൊരു പിണറായി വിജയൻ സർക്കാരിനെയാണ് അസംബ്ലിയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യാം. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ പറ്റുമോ? മറുപടി ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ മൈക്ക് ഓഫ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഓരോ ചോദ്യങ്ങൾക്കും കേരള സമൂഹം മുഖ്യമന്ത്രിയോട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വാസവൻ സാറിനോട്, പ്രിയ പ്രശാന്തിനോട് ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി കൊടുക്കണം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ, കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയാ, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയാ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാ, ഞങ്ങളുടെ അവകാശമാ. ആ അവകാശങ്ങൾ ഇതുവരെ നമ്മുടെ മുഖ്യമന്ത്രി മിണ്ടിയിട്ടുണ്ടോ? ഒരക്ഷരം അധികം മിണ്ടിയിട്ടുണ്ടോ? നമ്മുടെ വാസവ മിനിസ്റ്റർ മിണ്ടി ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ഈ സമരം ഉള്ളതുകൊണ്ടായിരിക്കും പ്രശാന്ത് ഒന്ന് മിണ്ടി കണ്ടു. അതുകൊണ്ടായിരിക്കും മിണ്ടിയത്, അല്ലെങ്കിൽ ഇതുവരെ മിണ്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത് തുടക്കം മാത്രമാണ്. യൂത്ത് കോൺഗ്രസിന്റെ സമരം പരമ്പര ഉണ്ടാകും. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം. ഇത് വെറുതെ അല്ല പറയുന്നത്. 2019 അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി പടനയിച്ച ഉമ്മൻചാണ്ടിയും രമേശനെതിരെയും വി ഡി സതീശനും കെ സുധാകരനും അതുപോലുള്ള എല്ലാ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ഇന്നും ആ തരത്തിലുള്ള ആവശ്യവുമായി നിങ്ങളുടെ മുന്നോട്ട് വരുമ്പോൾ ആവശ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരും. ഒരു കാര്യം കൂടി ഓർത്തോ പ്രശാന്തേ, 6 മാസം കൂടിയേ ഉള്ളൂ ഈ സർക്കാർ. 3ാം ടേമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഈ സർക്കാർ അവകാശം കൊടുക്കത്തില്ല. അതിന്റെ പേരിലാണല്ലോ മിണ്ടാതിരിക്കുന്നത്, അതിന്റെ പേരിലാണല്ലോ നിങ്ങൾ കുറെ അവകാശങ്ങളുമായി ഇങ്ങനെ മാറി മാറി നടക്കുന്നത്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ. പക്ഷേ 2026 മെയ്യിൽ UDF ഒരു മുഖ്യമന്ത്രി വരും. ആ മുഖ്യമന്ത്രിക്ക് മുന്നിൽ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാ അനുഭവത്തോട് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.